സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. അപ്പം വീഡിയോ ഒന്ന് കണ്ടു. ഈ വീഡിയോ ഒന്ന് കണ്ടു. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. അപ്പൊ ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ വേറെ കാര്യമില്ലേ, പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞാൽ അത് സാധാരണ വില സാധാരണ വില കൂട്ടി. ഇല്ല ഇല്ല, എല്ലാം കൂടാതിരിക്കാൻ നോക്കില്ല. ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോ. നമ്മളുടെ ഓരോരുത്തരുടെയും നികുതി പണമാണ്. നമ്മൾ ഓരോ ദിവസം പെട്രോൾ അടിക്കുന്നതും നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നതും നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും നമ്മൾ നികുതി കൊടുത്തിട്ടാണ്. അത് ഇങ്ങനെയുള്ളവർ ചുമ്മാ ഇരുന്ന് തിന്നുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം സാധാരണക്കാരൻ സൈക്കിൾ എവിടെ പോകട്ടെ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം പറയുന്നത് സാധാരണക്കാരൻ നീ എങ്ങനെയോ ജീവിക്കേ, അയാൾക്ക് അറിയേണ്ട കാര്യമില്ല. ഈ പറയുന്ന പൈസ എനിക്ക് 2 ദിവസം ഈ വീഡിയോ കണ്ട് എനിക്ക് പ്രതികരിക്കാനുള്ള ടൈം കിട്ടിയില്ല. ഇപ്പം ജോലി ഇല്ലാത്തവൻ കിടന്ന് വരവാന്ന് വിചാരിക്കില്ല. പെൻഷൻ വേണം. പെൻഷൻ ഒരു ലിമിറ്റിന് വേണം പെൻഷൻ കൊടുക്കാനായിട്ട്. ഈ പറയുന്ന നികുതി പണം എടുത്ത് 2.5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയൊന്നും പെൻഷൻ കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. കാരണം ഇതെൻ്റെ സാധാരണക്കാരൻ്റെ പൈസയാണ്. ഈ പറയുന്ന 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സാധാരണക്കാരായ ഒരു 100ഓളം പേർക്ക് ചിലവ് കഴിയാനുള്ള പൈസയുണ്ട്. അത് മനസ്സിലാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പാവം പിടിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. 100 രൂപ കിട്ടിയാൽ 2 ദിവസം 3 ദിവസവും ചിലവിന് കഴിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരിലേക്ക് ഈ പൈസ എത്തണം. ഇത് ചുമ്മാ ഇരുന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തി പബ്ലിക്കിലങ്ങ് വിളിച്ച് പറയണം. ഒരു മടിയുമില്ല എനിക്ക് ഇത്രയും പെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേന് എന്നിട്ട് സാധാരണക്കാരൻ്റെ നെഞ്ചത്തിട്ട് നീ തിന്നാലോ എന്നാ, നീ പോയാലോ എന്നാ, നീ സൈക്കിളിൽ പോകും, എനിക്ക് പെൻഷൻ ഉണ്ട്, എല്ലാവർക്കും ഇതുപോലെ എത്താൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരോധിക്കണം സത്യം പറയാം, ഈ പെൻഷനൊക്കെ. അപ്പോൾ ഇത് കയറി ചുമ്മാ കിട്ടുന്ന പൈസ വാങ്ങിച്ച് തിന്നു കഴിയുമ്പം ഇത് ഒരു ഞെകിളിപ്പിനിടയാക്കും. ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ വിളിച്ച് പറയും പബ്ലിക്കായിട്ട് എനിക്കൊന്നും വരാനില്ല എന്ന്. ഈ സത്യം പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആക്ഷൻ എടുക്കേണ്ടതാണ്. എന്ത് പദവിയിലിരുന്നാലും ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ബാക്കിയുള്ള നികുതി അടയ്ക്കുന്ന സാധാരണക്കാരനെ ഇങ്ങനെ ചവിട്ടി തേക്കുന്ന രീതിയിലുള്ള സംസാരമാണ് നടന്നത്. നീയൊക്കെ എന്തും ചെയ്യും. ഇതൊക്കെ അന്നേരം സ്പോട്ടിൽ വിളിച്ച് വരുത്തി പെൻഷൻ ഉണ്ട് 10,000 രൂപ പെൻഷനായി കൊടുക്കണം. അതാണ് വേണ്ടത്. ഈ 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 2,500 രൂപ പെൻഷനാണ് കൊടുക്കുന്നത്. കാരണം ഗവൺമെൻറ് ഇവിടെ 2,000 രൂപ കൊടുക്കുന്നു. 500 രൂപ കൂട്ടി 2,500. കുഴപ്പമില്ല. കേണലാന്ന് പറഞ്ഞാൽ ഇപ്പം വെടിവെക്കാൻ പറ്റൂല്ലല്ലോ. വെടിവെക്കുന്ന സമയത്ത് പൈസ കിട്ടിയല്ലോ. ഇപ്പം കേണലിൽ വെടിവെക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്ത് ഉള്ള പെൻഷനും മാറ്റിരി. ഇതൊക്കെ പെൻഷൻ കൂടിപ്പോയി, പൂജ്യങ്ങൾ കൂടിപ്പോയി ഒരുപാട്. അങ്ങനെ എന്ത് പദവിയിലിരുന്ന് അന്നേരം ശമ്പളം കിട്ടാതെയാണോ ജോലി ചെയ്തത്? അലവൻസ് കിട്ടാതെയാണോ അദ്ദേഹം ജോലി ചെയ്തത്? ഈ പറയുന്ന ലിമിറ്റ് ഇനിയിപ്പോൾ ഇങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഭാര്യയ്ക്കായിരിക്കും പെൻഷൻ കിട്ടുന്നത്. അതും അവർക്ക് ആയുസ് ഉണ്ടെങ്കിൽ 100 വയസ്സ് വരെ ഇത് കൊടുത്തോണ്ടിരിക്കണം. അപ്പോഴും സാധാരണക്കാരൻ്റെ പൈസയാണ് പോകുന്നത്. 10 മാസം ആയപ്പോഴത്തെ 2.5 ലക്ഷം രൂപ എന്നുള്ളത് 25 ലക്ഷം രൂപയാവും. 25 ലക്ഷം രൂപയുടെ 3 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റും. സാധാരണ വെച്ച് കൊടുക്കുന്ന ഒരു 5 ലക്ഷം രൂപയ്ക്കൊക്കെ വീട് വെച്ച് കൊടുക്കാൻ പറ്റും. ഒരു 4 വീടെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതെ ഈ ഫണ്ട് എടുത്ത് ഇത്രയും വലിയ പെൻഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നാട്ടുകാരായിട്ടുള്ള നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഒന്ന് നോക്കണം. എന്നെ പോലെ എല്ലാവർക്കും ഇപ്പോൾ കേണലാവാൻ പറ്റുമോ? നാളെ ഇപ്പോൾ പഞ്ചായത്തിൽ ഒരു 10-20 പേരോ വിദ്യാഭ്യാസമുള്ള എല്ലാവരും കേണലാവുമോ? അല്ലെ എല്ലാവരും അങ്ങ് കളക്ടറാവോ? ഇല്ല. ഇങ്ങനെ എവിടെയെങ്കിലും തലയും കുത്തി വീണു, വണ്ടി ഇടിച്ചോ അല്ലെ എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായി ഇങ്ങനെ വീണു. അപ്പോൾ ഈ കണ്ണ് അടയ്ക്കാൻ നേരത്ത് പറഞ്ഞു എന്നെ കേണലോ ആ റാങ്കിലുള്ള ആരെങ്കിലും വന്ന് എടുത്താൽ മതി എന്ന് പറയുമോ? ഒന്നീ തഹസിൽദാരെങ്കിലും വരണം. സാധാരണപ്പെട്ട ഒരു നിത്യത്തൊഴിൽ ജീവിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റുന്നത്. ഇങ്ങനൊന്നും പറഞ്ഞു കളയല്ലേ കേട്ടോ. താങ്കളൊക്കെ ഒരു പദവിയിലിരുന്ന ആളെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വളരെ മോശമായി പോയി. സാധാരണക്കാരനെ അവഹേളിക്കുന്ന രീതിക്ക്. സാധാരണക്കാരൻ നീ എന്ത് തിന്നുവോ എന്തായാലും അങ്ങനെ അറിയണ്ട, നീയൊക്കെ സൈക്കിളിൽ പോകുന്നു. ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന അങ്ങേര് പണ്ടും കേണലായിരുന്നു, ഇപ്പോൾ ഇനിയിപ്പം ഉത്സവപ്പറമ്പിലൊക്കെ ഇനിയിപ്പോൾ പോയി തോക്കം മാറ്റി വെടിവെക്കാൻ ഇറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു പദവി ഇപ്പോഴും ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ പോയ ഒരു മനുഷ്യൻ പോലും വില കൊടുക്കത്തില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ അതുപോലെ കാണത്തുള്ളൂ, വെറും തറയായിട്ട്. സത്യം.